വടവ് ഷി ലുക്ക് സോ പ്രെറ്റി. കാര്യമില്ലല്ലോ, സ്വഭാവം ശരിയില്ല. എന്താ? നിങ്ങളെ ചായ കുടിക്കാൻ വിളിക്കുന്നത്? ഓ, അത് പറയാനാണോ വന്നത്? അത് പറയാൻ തന്നെയാ വന്നത്. അല്ല, തമ്പുരാട്ടി അങ്ങോട്ട് പോകുന്നത്? എനിക്ക് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനുണ്ട്. അപ്പൊ ക്ലാസ്സിനൊന്നും പോകുന്നില്ലേ? ട്യൂഷൻ എടുക്കാനാണോ പോകുന്നത്? എനിക്ക് എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റില്ല. അതെന്താ? അത് എനിക്കിനി ക്ലാസ്സിന് പോകണമെങ്കിൽ ടൗണിൽ പോകണം. ഞങ്ങളുടെ ഗ്രാമത്തിലെ കോളേജുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എനിക്കിനി പഠിക്കണമെന്നുണ്ടെങ്കിൽ ടൗണിൽ പോകണം. ഓ, ചായ കുടിക്കാൻ പോയിക്കോളാം, ഞാൻ പോവാ. പഠിക്കാൻ നല്ല ആഗ്രഹമുള്ള കുട്ടിയെ തോന്നുന്നു. അയ്യേ, മണിക്കുട്ടനുള്ള വിരിമോളും ഇല്ല, ഇവളും ഇല്ല, ഞാൻ മാത്രവും. എനിക്കാണെങ്കിൽ ഇവിടെ ആരെയും അറിയത്തില്ല. അതാണ് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകത. ഇവിടൊക്കെ ഇപ്പൊ വെള്ളം നിറയും. അതെന്താ മണിക്കുട്ടാ? ഇവിടെ നല്ലോണം മഴ പെയ്താലേ ഇവിടൊക്കെ വെള്ളം നിറയും. ആണോ? ആ അതെ മണിക്കുട്ടാ, ഇവിടൊക്കെ കണ്ടിട്ട് ഇവിടെ ഒരു വീട് വെച്ച് താമസിക്കാൻ തോന്നുന്നു. ലില്ലി, ഇവളെന്റെ ടൗണിലത്തെ ഫ്രണ്ടാ. അതെ, ഞാൻ കുട്ടൂസിനെയും കൊണ്ട് ടൗണിൽ പോയിരുന്നു. അവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോ ഇവരായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോ മണിക്കുട്ട, നിനക്ക് ടൗണിൽ കുറേ ഫ്രണ്ട്സ് ആയി കാണുമല്ലേ? മണിക്കുട്ടന് ടൗണിൽ ഞങ്ങൾ മാത്രമേ ഫ്രണ്ട്സ് ഉള്ളൂ, ഞാനും എന്റെ അങ്കിളും. എടാ മണിക്കുട്ട, നീ ഞങ്ങളോടൊന്നും മിണ്ടൂലേ? എന്താ ലില്ലി അനക്ക്? ഞാൻ പിന്നെ നിങ്ങളോടൊക്കെ മുണ്ടാതിരിക്കോ? ഇവന്റെ ടൗണിലത്തെ ഫ്രണ്ട്സ് ആണെന്ന് പറയാ. ചേട്ടൻ അത്ര ബേജാറാവേണ്ടത്? ഒന്നുമില്ല, ടെൻഷനൊന്നും ആവണ്ട. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ പോവും. എന്റെ മണിക്കൂട്ടിനെ ആരും എടുക്കാൻ പോകുന്നില്ല കേട്ടാ. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ടൗണിലെ ആൾക്കാരെന്നൊക്കെ പറയുമ്പോ ശരി, എന്നാ ഞങ്ങളൊന്ന് കടയിൽ പോയിട്ട് വരാം. അയ്യോ മണിക്കൂട്ടിന് എന്നെ മൈൻഡ് ചെയ്യല്ലേ. അവര് ടൗണിൽ പുതിയ ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയല്ലോ. ഇനി ചിലപ്പോൾ മണിക്കൂട്ടിന് എന്നെ മൈൻഡ് ചെയ്യില്ല. എനിക്ക് ആകെ ഉള്ള ഒരു ഫ്രണ്ട് മണിക്കുട്ടനാ. മണിക്കുട്ടിനെ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ എങ്ങനെ ഇന്ന് വീട്ടിൽ പോവും? ഈ പച്ചക്കറികളൊക്കെ ഇവിടെ വെച്ചിട്ട് ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും വീട്ടിൽ പോയി തോന്നുന്നു. വെള്ളം ഇത്രയും കയറിയോ? ഇതിപ്പോ ഈ പച്ചക്കറികളെല്ലാം പെറുക്കി ഞാൻ എങ്ങനെ ഇവിടുന്ന് പോകും? നല്ല വെള്ളവും ഉണ്ട്, ഒഴുക്കുമുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, എന്റെ കട നശിക്കുവോ? ഇന്ന് ഈ പച്ചക്കറികളൊക്കെ വെള്ളത്തിൽ പോയാ എനിക്ക് എത്ര രൂപയാ നഷ്ടം? ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് ശക്തമായ മഴയും വെള്ളപ്പൊക്ക സാഹചര്യവും തുടരുകയാണ്. എല്ലാവരും വീടുകളിൽ തന്നെ, അപകട മേഖലയുള്ളവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറുക. വേഗം വാ, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. നോക്ക് മണിക്കുട്ട, ആ ചേട്ടൻ ഒറ്റയ്ക്ക് എവിടെ ഉള്ളൂ. അതെ, ശരിയാണല്ലോ. അയ്യോ, രണ്ട് കുട്ടികൾ ഇങ്ങോട്ട് വന്നേക്കുന്നു. മക്കളെ, വീട്ടിലേക്ക് പോയിക്കോ, ഇങ്ങോട്ട് വരണ്ട, ഇവിടെ നല്ല ഒഴുക്കുണ്ട്. ചേട്ടന് വാ, നമുക്ക് പോവാം. ഇല്ല മക്കളെ, ഈ പച്ചക്കറി എല്ലാം പിടിച്ച് എനിക്ക് ഇവിടുന്ന് പോവാൻ പറ്റില്ല. ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോവുക? അയ്യോ ചേട്ടൻ, ജീവനല്ലേ വലുത്. അയ്യോ ചേട്ടാ, വേഗം വാ, നമുക്ക് ഇവിടുന്ന് പോകാം. വേണ്ട മക്കളെ, നിങ്ങൾ പോയിക്കോ. അയ്യോ, ഇനി എന്ത് ചെയ്യാ? മക്കളെ, ആ കടയിലോട്ട് കയറി നിൽക്ക്, ഇപ്പൊ കുത്തി ഒഴുകി വെള്ളം വരും. നമ്മൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? ഇനി പേടിയാവുന്നു. ഈ വെള്ളം ഇനിയും കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താകും? അയ്യോ മോനെ, മോൻ നിർത്തിയോ? കുറച്ചുകൂടെ കഴിക്കേ. ഇപ്പൊ അവര് വന്നിട്ടില്ലേ, നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാനാവൂ. കുറച്ചുകൂടെ കഴിക്കും മോനെ. അയ്യോ ചേച്ചി, വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ വയറ് നന്നായിട്ട് നടന്നിട്ടുണ്ട്. അത്രയൊക്കെ മതി. എന്റെ ബിരിയാണിക്ക് പിന്നെ സ്ഥലം ഉണ്ടായില്ല കൊച്ചിന്റെ വയറ്റില്. അത് ശരിയാ. ആ ബബിതേ, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അങ്ങാടി മുഴുവൻ വെള്ളം കയറി വെക്കുക. ഇക്കോട്ടൻ്റെ ഒരു കൊച്ചിനെയും കൊണ്ട് അങ്ങാടിയിലേക്ക് പോകുന്ന ഞാൻ കണ്ടായിരുന്നു. അവ തിരിച്ചു വന്നായിരുന്നോ? അത് ചോദിക്കാണ് ഞാൻ വന്നത്. അയ്യോ എന്റെ കൊച്ചെ, അവ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. അയ്യോ, ഇനി എന്താ ചെയ്യൂ? ഇത്രയും പെട്ടെന്ന് അവരെ പോയി രക്ഷിക്കാൻ നോക്ക്. അയ്യോ, ഇനി നമ്മൾ എന്താ ചെയ്യാ? അമ്മേ, നമുക്ക് പെട്ടെന്ന് അവിടെ പോയി നോക്കാം. വേണ്ട വേണ്ട, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നാ മതി, ഞാൻ പോയിട്ട് വരാം. അയ്യോ മോനെ, മോനെ അങ്ങോട്ട് പോവണ്ട. അവിടെ അത്ര സേഫ് ഒന്നും അല്ല. അവിടെ ഒഴുക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും തിരിച്ചു കിട്ടില്ല. ഇല്ല ഇല്ല, ഞാൻ തന്നെ പൊക്കോളാം.
ഈ മോനെ വേണ്ട, ഞങ്ങൾ പൊക്കോളാം. വേണ്ട പറഞ്ഞില്ലേ, ഞാൻ പൊക്കോളാം. കുട്ടൂസേ, നിനക്കറിയോ അങ്ങാടിയിലേക്കുള്ള വഴി ഇവിടുന്ന്? എനിക്കറിയാം, പക്ഷെ പോകുന്ന വഴിയിലൊക്കെ വെള്ളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനൊക്കെ നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം. അതെ, നമുക്ക് മണിക്കുട്ടനെയും ചേച്ചിയെ രക്ഷിക്കാൻ പറ്റുമോ? പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. നമ്മളല്ലാതെ പിന്നെ ആര്? അല്ല കുട്ടൂസേ, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ആണിക്കുട്ടിനൊന്നും സംഭവിച്ചു കാണില്ല. നമ്മൾ അവരൊക്കെ രക്ഷിക്കും, നീ ഒരു പേടിയും പേടിക്കണ്ട. ദേ അവരേതാ? ഇത്ര നേരമായിട്ട് തിരിച്ചു വരാത്തത് മോളെ? അറിയില്ല അമ്മേ. എത്രയും പെട്ടെന്ന് എന്റെ മക്കൾ ഇങ്ങോട്ട് തിരിച്ചു വന്നാ മതിയായിരുന്നു. അമ്മ പേടിക്കണ്ട, എല്ലാം ശരിയാവും. അയ്യോ, ശ്രേമോള രാജേഷേട്ടന്റെ വീട്ടിലേക്കല്ലേ ട്യൂഷൻ എടുക്കാൻ പോയിക്കുന്നേ? അവിടെ എപ്പോഴും വെള്ളം കേറുന്നതാ, എനിക്ക് പേടിയാവുന്നു. അയ്യോ മക്കളെ, മോളെ, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. അങ്കിൾ കറക്റ്റ് സമയത്ത് വന്നോണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. നിന്റെ ഭാഗ്യം മോളെ, ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ഒന്നും പറ്റില്ലല്ലോ. ആവശ്യത്തിന് സാധനം പിടിക്കാൻ ദാമോദരന്റെ കടയിൽ പോയ പോരെ, ചന്ത പോണോ നീ? അത് പിന്നെ നല്ല സാധനം കിട്ടാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയത്. നിന്നോട് ആരാടാ അവിടേക്കൊക്കെ പോകാൻ പറഞ്ഞത്? പറഞ്ഞ അനുസരണ വേണം, മനസ്സിലായോ? ചന്തയിലോട്ട് പോയിക്കുന്നവൻ നിനക്ക് അറിയുന്നില്ല അവിടൊക്കെ പെട്ടെന്ന് വെള്ളം കയറുന്നേ. അത് കുഴപ്പമില്ല അമ്മേ, ഇവക്ക് ചന്ത കാണിച്ചു കൊടുക്കാൻ കൊണ്ടായതാ. കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ നീ സമാധാനം പറയോ? അപ്പൊ നിങ്ങൾക്ക് എനിക്കത് സംഭവിച്ചാലും കുഴപ്പമില്ലേ, ഓക്ക് എന്തെങ്കിലും സംഭവിച്ചാലാണല്ലോ നിങ്ങൾക്ക് കുഴപ്പം. ഈ ചേച്ചിക്ക് എന്താ മിനിമോളോട് ഇത്ര സ്നേഹം? ഒരുപാട് നന്ദി. അതിന്റെ ആവശ്യമൊന്നുമില്ല ആന്റി. മോനെ, നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു. സോറി മോനെ, ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല നീ പാവവാ. നിങ്ങൾ എല്ലാവരും വാ. നീ വന്നില്ല ഇപ്പോഴും? അയ്യോ, മിയമോള് വന്നിട്ടില്ലല്ലോ. അയ്യോ, അവളെ എവിടെങ്കിലും പെട്ടെന്നാവോ? ആന്റി, എന്ന് ഞാൻ നോക്കിട്ട് വരാം. അയ്യോ, ഈ വീടാണ് തന്നെയല്ലേ ആ ചേച്ചി പറഞ്ഞത്? അയ്യോ, ഈ വീട് തകർന്നിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ അവൾ ഇതിനുള്ളിൽ ഉണ്ടാവോ? അയ്യോ, അവളല്ലേ അത്? എഴുന്നേക്ക്. ഹേ, ബോധം പോയി കിടക്കാൻ തോന്നുന്നു. കണ്ടിട്ടൊന്നും പറ്റിയിട്ടില്ലാന്നാ തോന്നുന്നേ. മിയ, എഴുന്നേക്ക്. മിയ. ഓ, ഇവളെ ഇനി എടുത്തോട് കൊണ്ടുപോയി തന്നെ വരും. മിയ, ഇവളുടെ ബോധം പോകാൻ എന്താ കാരണം എന്നാവോ? ഓ, കഷ്ടം തന്നെ. ഞാൻ ഇവിടെ ഒറ്റക്കായല്ലോ. എന്റെ മോനും പേരക്കുട്ടിക്കും എന്നെ വേണ്ടാന്ന് തോന്നുന്നു. ആടിനെ കിട്ടിയോന്നാവോ? എന്നെ കുറിച്ച് അവർക്കൊരു ചിന്തയുമില്ല. ഇത്രയും നേരമായിട്ടും അവർ തിരിച്ചു വന്നില്ലല്ലോ. ഇന്നലെ രാവിലെ പോയതാ, ഇതുവരെ ആയിട്ടും തിരിച്ചു വന്നില്ല. എനിക്ക് പേടിയാകുന്നുണ്ട്. എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചോന്നാവോ? അസത്തിന് എന്ത് സംഭവിച്ചാൽ എന്റെ കുഴപ്പമില്ല. എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാന്നാ എന്റെ പേടി. അമ്മേ, മോളെ, നീ എപ്പോഴാ വന്നത്? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അമ്മ എന്താ അവിടെ വാതിലൊക്കെ തുറന്നിട്ട് വെച്ചേക്കുന്നേ? അമ്മയ്ക്ക് എന്താ തലക്ക് സ്ഥിരതയില്ലാതായോ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്താടി നിന്റെ ഈ കോലം? പാൻറ്റും കുപ്പായൊക്കെ വന്നേക്കുന്നേ. നിന്നോട് ഞാൻ പറയാറില്ല കുറച്ചുകൂടി ഇറക്കമുള്ള കുപ്പായിടണമെന്ന്? നിന്നെ ബാംഗ്ലൂർക്ക് പഠിക്കാൻ വിട്ട് തന്നെ വലിയ തെറ്റായി പോയല്ലോ. പോയിക്കേ, ഇതൊക്കെ ഫാഷനാ. അഹങ്കാരി, മുടിയും വെട്ടി വെച്ചേക്കുന്നേ. അമ്മേ, ഇതൊക്കെ ഇപ്പൊ സ്റ്റൈല്. നിങ്ങളുടെ കാലത്ത് നീളമുടി ആയിരുന്നു ട്രെൻഡ്, ഞങ്ങളുടെ കാലത്ത് ചെറിയ മുടിയും. കേട്ടോ? ഓ, അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞൊന്നും അനുസരിച്ച് നിനക്ക് ജീവിക്കാൻ വയ്യ. അമ്മ അതൊക്കെ വിട. എവിടെ ഷാനു? എവിടെ? അവനെ കണ്ടിട്ട് കുറെ ദിവസമായി. അവൻ എവിടെ? അവന്റെ കാര്യം ഒന്നും പറയാത്ത നല്ലത്. ആ അസത്ത് കൊച്ചിന്റെ പിന്നാലെ പൊയ്ക്കേക്കുക. അസത്ത് കൊച്ചോ? അതാരാ? ആ മിനിമോള്. അമ്മ ഇപ്പോഴും ആ കൊച്ചിനോട് സ്നേഹം കാണിക്കാൻ തുടങ്ങിയിട്ടില്ലേ? പാവാണ് അവള്. നിന്റെ ഷാനു അവൾ എവിടുക്കാ പോയത്? എനിക്കറിയില്ല. ഇന്നലെ രാവിലെ ഇവിടെ നിന്ന് എല്ലാവരും പോയിട്ടുണ്ട്. അവൻ എങ്ങോട്ടേ പോയത്? വല്ല ട്രിപ്പും പോയോ എന്നെ കൊണ്ടാവാതെ? എനിക്കറിയില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അവനക്ക്. ഉമ്മേ, ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാ കാണിക്കുന്നത്. ഏത് കുറ്റിക്കാട്ടിലെ ചെന്ന് പെട്ടേക്കുന്നെന്ന് ദൈവത്തിനറിയാം. ആ അസത്തിന്റെ കൂടെ അല്ലേ പൊയ്ക്കുന്നേ.